മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും അവിടെ നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 27 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് ഈശോനാഥൻ ഒരു സ്ത്രീയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഈശോയോടുള്ള സംസാരത്തിന് ശേഷം ആ സ്ത്രീ നഗരത്തിലേക്ക് ചെന്ന് അവിടെ കണ്ടുമുട്ടിയവരോടൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും പറഞ്ഞ ഒരുവനെ നിങ്ങൾ വന്ന് കാണുവിനെന്ന് പറഞ്ഞ് ക്ഷണിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഈശോയുടെ അരികിൽ വന്ന ഈ സ്ത്രീ മടങ്ങിപ്പോകുന്ന മാറ്റമുള്ളവളായിട്ടാണ്. ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ നിന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റവുമായിട്ട് വേണം നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് മടങ്ങാൻ. നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ ബലിയർപ്പണങ്ങള്, നമ്മുടെ ആരാധനകള് ജീവിതത്തിൽ മാറ്റത്തിന് കാരണമായി തീരണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം മുഴുവനും നമ്മുടെ ജീവിതത്തിനൊരു മാറ്റത്തിന് കാരണമാകണം. പ്രാർത്ഥിക്കുന്ന നീ, ബലിയർപ്പിക്കുന്ന നീ, വചനം വായിക്കുന്ന നീ ജീവിതത്തിലെ മാറ്റങ്ങളൊന്നും നേടുന്നില്ല എങ്കിൽ നിന്റെ പ്രാർത്ഥനയും നിന്റെ ബലിയർപ്പണവും വചനവായനയും നിഷ്ഫലമാണ്. നീ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. കുത്തഴിഞ്ഞ ജീവിതം നയിച്ച ഈ സ്ത്രീ കർത്താവുമായിട്ടുള്ള സംസാരത്തിന് ശേഷം ആ കുത്തഴിഞ്ഞ് ജീവിതം മാറ്റി അവള് വിശുദ്ധിയിലേക്ക് കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കർത്താവിനോട് സംസാരിക്കുന്ന നിമിഷമാണ്. ബലിയർപ്പണം അവനോട് ചേരുന്ന നിമിഷങ്ങളാണ്. വചനവായന അവനെ കേൾക്കുന്ന നിമിഷങ്ങളാണ്. അവനെ കേൾക്കുകയും അവനോട് സംസാരിക്കുകയും അവന്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുകയും നമ്മൾ ഓരോരുത്തരും ചെയ്യുമ്പോൾ അതിനുശേഷം ജീവിതത്തിൽ കുത്തഴിഞ്ഞ ജീവിതവുമായിട്ട് നടക്കരുത്. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതായി തീരട്ടെ. ആ പ്രാർത്ഥന ദൈവം കേൾക്കും. നീ പ്രാർത്ഥിച്ചതിന് ശേഷം നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ ആ പ്രാർത്ഥന പാഴായി പോകില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ഈ ദിവസത്തെയും ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെയും, നമ്മുടെ അധ്വാനങ്ങളെയും ഈശോയ്ക്ക് കൂടെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് കർത്താവെ സർവ്വബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിനുപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. കർത്താവെ, ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം എന്ന് നിറഞ്ഞു നിൽക്കട്ടെ. അവിടുത്തെ സംരക്ഷണം ഇവർക്ക് ലഭിക്കട്ടെ. അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.